so. ഹായ് ഗായ്സ്, ഞാൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടി പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കുറേ നാളെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ നിന്നപ്പോഴാണ് തോന്നുന്നു ലാസ്റ്റ് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടേ. പക്ഷേ എനിക്കിഷ്ടമായി യൂട്യൂബിൽ വ്ളോഗൊക്കെ ഇടാൻ. കമ്പയർ ടു ഇൻസ്റ്റഗ്രാം ഞാൻ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ചെയ്യുന്നില്ല. ഐ എൻജോയ് മേക്കിംഗ് വീഡിയോസ് ഇൻ യൂട്യൂബ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അപ്പം എന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. കുറേ നാളായല്ലോ. ഇവിടെ ഒന്നും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടില്ല, കാരണം വീട്ടിലല്ല, ഒറ്റയ്ക്കുള്ള ജീവിതം ഈസ് സോ ഹാർഡ്. വലിയ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. വി ഹാവ് ടു ഡു എവറിത്തിങ് ബൈ അവർ സെൽവ്സ്. എല്ലാം തന്നെ ചെയ്യണം. ആൻഡ് പനിയും പിടിച്ചു. പനി പിടിക്കുമ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആകും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് സംഹൗ പനി പിടിക്കുമ്പോൾ ഞാൻ അങ്ങ് ഭയങ്കര ക്രിയേറ്റീവ് ആകും. അപ്പോൾ അങ്ങനെ പനി പിടിച്ച് രാവിലെ കിടന്നെടുത്ത് നിന്ന് ഞാൻ ക്രിയേറ്റീവായതാണ് നീ കണ്ടത്. ഓക്കെ, ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒരു പുതിയ ഗസ്റ്റും കൂടെ ഉണ്ട്. നീമോ അല്ല, മണിയൊക്കെ അടിക്കുന്നുണ്ട്. ടെങ് 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 ടെങ്. ഇവൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി കിട്ടിയേക്കുന്നത്. ഇവനെ ഇന്നലെ തൊട്ട് ലീഷിലിടാൻ വേണ്ടി തുടങ്ങിയ, കാരണം ഇവൻ കാണുന്ന പോലെ ഒന്നുമല്ല. ഇവൻ ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് പറിച്ച് മനുഷ്യനെ ഒരു സ്ഥലത്ത് വെറുതെ ഇരുത്തത്തില്ല. ഫുഡ് നിമോ, വാട്ട്സ് വിത്ത് ദിസ് ബിഹേവിയർ? ഇത് എന്തൊരു സ്വഭാവമാണ് ഇത്? കാണുന്നിടത്തൊക്കെ ഷൂസ് വയ്ക്കുക. ദാറ്റ്സ് നോട്ട് സോ നൈസ് അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. കണ്ടോ അവൻ ചില്ലറ സൂക്കനാണോ നോക്കുന്നത്? ബൈറ്റിങ്ങിൻ്റെ സമയം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കടിക്കണം. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. ഇവൻ ഇനി സ്കൂളിൽ വിടാണ്ട് ഒരു രക്ഷയില്ല. മണി അടിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ രാവിലെ തൊട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവനെ ഒന്ന് വാക്കിങ്ങിനും ഉണ്ടാകുന്നു. കാരണം ഇവനെ ഇന്നലെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നടന്നില്ലായിരുന്നു. പിന്നെ ഇവനങ്ങനെ നടക്കത്തൊന്നുമില്ല. ഇവനെ മിക്കവാറും ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ എടുത്ത് പിടിക്കേണ്ടി വരും. എന്തൊക്കെയോ അവൻ തള്ളി മറിക്കുന്നുണ്ട് അവിടെ നിന്ന്. എന്താടാ? ഇന്നലെ വിചാരിച്ചത് ഇവനൊന്ന് വാക്കിങ്ങിന് കൊണ്ടുപോകണം, പക്ഷെ ഇന്നലെ ആണെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് പനിയുമായിരുന്നു, എന്നെ കൊണ്ട് വയ്യായിരുന്നു. ഇപ്പോൾ ഒന്ന് വേഗം ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിൽ കൊണ്ട്. ഇപ്പം സമയം 7:17. അപ്പം ഇവനെ ഞാൻ അവിടെ ലീഷിലിട്ട്, കാരണം ഇവനെ ലീഷിലിടാതൊരു പരിപാടി കിടക്കുക. ഇവിടെ കിടന്നൊച്ചയും ബഹളമാക്കി അതും ഇതും കടിച്ച് വലിച്ച് താഴെയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ദീപാവലി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഫയർ വർക്ക്സ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ് നടക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അങ്ങ് സോൺ ഔട്ടായി പോയി. എപ്പോഴും ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ പക്ഷെ എപ്പോഴും സോൺ ഔട്ടായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഹായ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഫുഡ് ഉണ്ടാക്കണം, അത് എടുക്കണമെങ്കിൽ ഞാൻ മൈക്ക് വെക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ക്യാമറ എവിടെയെങ്കിലും മൈക്കിടും. എനിക്ക് പുതിയ മൈക്കൊക്കെ ഉണ്ട് ഗായ്സ്. സോറി, ലെറ്റ് മീ യൂസ് മൈ മൈക്ക്. വിടാൻ തോന്നുന്നു. Hi. Okay, yes. Everything is fine now. മമ്മി കേരളത്തിൽ നിന്ന് അയക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. ദിസ് ഇസ് വാട്ട് നീമോ ഇൻസിഡൻറ്റ്. റോയൽ കനൈൻ, പിന്നെ സെർലാക്കും കുടിക്കും. കണ്ടോ, സെർലാക്ക് കുടിക്കേണ്ട പ്രായമേ ഉള്ളൂ അവന്. സെർലാക്ക് കുടിക്കേണ്ട പ്രായമുള്ളൂ, എന്നിട്ട് കിടന്ന് അലക്കുന്നത്. എനിക്കാണെങ്കിൽ നീമോൻ്റെ ഫുഡിൻ്റെ സ്മെല്ല് ഇഷ്ടമേ അല്ല. അതൊരു വൃത്തികെട്ട സ്മെല്ലാണ്. അതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇത് അവൻ്റെ ഫുഡ് കുറച്ച് വെള്ളം വെക്കുക. അവൻ്റെ ഈ റിയോ പോലത്തെ സാധനം കണ്ടോ, ഈ സാധനം വെള്ളത്തിൽ ഇട്ട് വെക്കുക, പിന്നെ അവനെ തണുപ്പിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവൻ്റെ ഫുഡ് റെഡിയാവും. അപ്പം സക്സസ്ഫുള്ളി നീമോൻ്റെ ഫുഡിന് വെച്ചിട്ടുണ്ട്. ഇതിന് ആകണം. ആ സമയം കൊണ്ട് നമുക്ക്
ബ്രഷ് ചെയ്യാം. ഓക്കെ, യാ. എപ്പോഴും പനി വരുമ്പോൾ ഞാൻ ഹൈപ്പർ ആകും. അല്ലാതെ പനി വരുമ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആകും. പനി വരുമ്പം ഞാൻ ഓ വാവ് ഓ വാവ് ആകും. നീമോ ഓക്കെ. അച്ചി കുറച്ച് ലിപ് ബാം ഇടുക. ബിക്കോസ് ഐ എം ഗോയിങ് ഔട്ട് നൗ. കുളിക്കുന്നില്ലോ, പിന്നെ കുറച്ച് സ്പ്രേ അടിക്കാം. ഓക്കെ. ഹലോ, നടന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതിയോ? മതിയല്ലേ? അതെ, മതിയെന്ന് പറയും. എനിക്കറിയത്തില്ല ഇവൻ നടക്കുമോ. ഇവൻ നടക്കാൻ ചാൻസ് ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇവൻ അത്രയ്ക്കൊരു ഗുഡ് ബോയ് അല്ല. എടാ ഇങ്ങോട്ട് ഉണ്ട്, അവൻ അതിൽ നിന്ന് ഇറങ്ങുന്നില്ല മണ്ടൻ. ഹായ്, നടക്കാവോ? ഒന്ന് നടക്കാമോ പ്ലീസ്? ഈ ലിഫ്റ്റൊക്കെ ഈ സമയത്ത് ഭയങ്കര ബിസി ആയിരിക്കും. 3 ലിഫ്റ്റ് ഉണ്ടെങ്കിൽ 3 ലിഫ്റ്റും ബിസി ആയിരിക്കും. ഇവനെ ഇപ്പം കൈ പിടിക്കാം, കാരണം കുഞ്ഞല്ലേ, ലിഫ്റ്റിൽ കയറിയിട്ടില്ല ഒറ്റയ്ക്ക്. ബേസ്മെന്റ്. ഇവൻ വീടിൻ്റെ വീഡിയോ അറിയിക്കാൻ ഇവൻ പഞ്ചപാവാണ്. അയ്യോ, അപ്പം ഇവന് എന്തൊരു ഗുഡ് ബോയ് എന്നറിയാമോ? അമ്മയുടെ ഗുഡ് ബോയ് ആണോ ഇത്? ആനി ആനിന്ന് പറ, ആനി മമ്മിയുടെ ഗുഡ് ബോയ്. സുന്ദരിയല്ലേ കാണാൻ? സുന്ദരനാണേ. ഇരിക്കാൻ ഇരിപ്പ് ഉണ്ടോ? അവന് വെളിയിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ്. ശ്രദ്ധിച്ചിരിക്കും. റോഡിൽ കൊണ്ടുപോയിട്ട് വിട്ട് നോക്കാം. ഹീ സോ ഹെവി. ഓ അല്ലല്ല, അതെ, ഇത് നീമോൻ്റെ ഫസ്റ്റ് വാക്കാണ് കേട്ടോ. നീമോ ഇത്ര കാര്യമായി നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. വീണ്ടും എടുക്കേണ്ടി വന്നു. എനിക്കറിയാം ഇവനെ എടുക്കണമെന്ന്, കാരണമേ ആദ്യമായിട്ട് നടക്കുമല്ലേ പാവം. എൻ്റെ മോനെ ആദ്യമായിട്ട് നന്നോ കുറേ നേരം. ഹായ് ഹായ് ഹായ്. മോനെ നമ്മൾ ഇരിക്കാൻ വന്നതല്ല, ബാ ഒന്ന് വരുമോ നീമോ പ്ലീസ്? അയ്യോ, നീമോൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാവേ. ഇത് ലോലു. സി, ഇതമ്മ ലോലു കാണിക്കാം. ഇവനങ്ങ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും നീമോ. ഞാനിവിടുത്തെ അമ്പലം. ബാടാ പൊന്നു ഒരു ഗുഡ് ബോയ് ആയല്ലോ. ഇവിടം വേ പനി മേടിച്ചേ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു നീമോ ഭയങ്കര കുരുത്തക്കേട്. അപ്പോൾ ഇങ്ങനത്തെ കുരുത്തക്കേടാണെങ്കിൽ അവനെ ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ഒത്തിരി ആൾക്കാരുള്ളതാണല്ലോ. അപ്പോൾ അവനെ സ്കൂളിൽ വിടാൻ പോവാ. ഓക്കെ, അപ്പം അവൻ്റെ ടീച്ചർ വന്നിട്ടുണ്ട്. അവനെ പഠിപ്പിക്കാൻ വന്നേക്കുന്ന ട്രെയിനറിനെ അവൻ അവിടെ കടിച്ച് കീറിക്കൊണ്ടിരിക്കുക. നല്ല ജീൻസൊക്കെ കീറാൻ തുടങ്ങുമോ ഇപ്പം. പുള്ളി പറഞ്ഞ് ഇവൻ കുറച്ച് പെശക, ഇവന് ആൾ കുറച്ച് വഷളാന്ന് പറഞ്ഞു. അപ്പം ഇനി ഇവനെ
ഞങ്ങളെയും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോവാം. ഓക്കെ? നമുക്കിന്ന് ആൻറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വാവ്, കരിഞ്ഞിരിക്കുന്നു. അതെ, കറി നമുക്ക് സബ്ജി. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകും. ദിവാലിയുടെ ട്രാൻസാക്ഷൻ എടുക്കാൻ വേണ്ടി ദിയ മേടിക്കാൻ പോകും, ഫ്ലവർ മേടിക്കണം. റോഡിലും ജീവിക്കാം. Claustrophobic. This is so good. This one is my favorite. This is my favorite. Yeah. Give me my water. Give me some water. Thanks. അദ്ദേഹത്തിന് വയ്യ, അതുകൊണ്ട് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. തിരുമായി ഇവൻ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ഇവന് മേലൊക്കെ വേദനയൊക്കെ വരും. ജിമ്മിൽ പോവാത്തോണ്ട് അവന് മേല് വേദന, അതുകൊണ്ട് അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. ഇപ്പൊ ഉള്ളതല്ലേ വരൂ. ജിമ്മിൽ എനിക്ക് പോവാതിരുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, ബോഡിയൊക്കെ അങ്ങ് വീക്കായി. അപ്പോൾ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ജിമ്മിങ് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോവാ ഞാൻ. എന്തൊക്കെ ചെയ്യുവാല, പാവല്ലേ. വയസ്സാകുമ്പോൾ, വയസ്സും പ്രായമാകുമ്പം നമ്മളൊക്കെ നോക്കാൻ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. അതവൻ പഠിക്കണം ഇനി. സിഗ്മയായി നടന്ന ആരും കാണുകയില്ല. ഇപ്പം കണ്ടില്ലേ, ഞാൻ നോക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ നടു നേരെയാക്കാൻ വേണ്ടിയിട്ട്. ഈ മൈക്ക് ഭയങ്കര വലുതാണോ? അതെന്ന് തോന്നുന്നല്ലേ. യാ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നടു നേരെയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നക്കിൾസ് വിടാൻ വേണ്ടി അപ്പുറം പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് കണ്ടു. ഡോക്ടർ അവൻ്റെ നടുവ് പിടിച്ച് ഞെക്കി പൊട്ടിക്കുന്നുണ്ടില്ല. കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് പനി ആയതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തൊണ്ടയൊക്കെ വേനിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മൂക്കൊക്കെ ഒരുമാതിരി ആകുക. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ തണുപ്പാണ്. ഇറ്റ് ഈസ് ബിയറബിൾ, അപ്പോഴും ഇറ്റ് ഈസ് നോട്ട് ബിയറബിൾ. അപ്പോൾ അവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സാൽമൺ ഡേറ്റ് വിത്ത് മൈ ബോയ് ഫ്രണ്ട്. ക്യൂട്ടോ? ആര്? ഞാനോ? ഞാൻ ക്യൂട്ടാവും. ഓ ആ, എന്ത് ഇങ്ങോട്ടാ? ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞു. I will buy you one. നാളെ തന്നെ മേടിക്കണം.
ഗായ്സ്, അപ്പോൾ നമ്മളാക്കിയ റെസ്റ്റോറൻറ്റിലെത്തി. സി I want cheesecake. Blueberry and strawberry smoothie. Okay. Yeah. He said I'm cute. Hmm? Hey. What is that? Soup. Vegetable soup. No. I want that. I like this so much. Potato wedges. Yay. She is making our salmon fillet. Idana salmon fillet, guys. See how beautiful. Give me some. I like it. Lemon. Lemon. 2 glasses. Yeah. Yeah. Hello. ഇതാണ് salmon fillet and potato wedges. The onion salad we eat with this, and this is cheesecake, bread roll, blueberry strawberry smoothie, mango, raspberry and lemon, iced tea, and my kitty. How I like salmon fillet. ആദ്യത്തെ ദിവസം ഇഷ്ടമല്ലായിരുന്നല്ലോ. ബിക്കോസ് എനിക്ക് സാൽമൺ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ലെമൺ പിന്നെ തോട്ട് മീനെ പിടിച്ച് തെറ്റി വന്നാലും തിന്നും, അതുകൊണ്ട് കുഴപ്പമില്ല. ഐ എം സോറി, ഐ എം എ പിക്കി ഈറ്റർ. പിക്കി. അതെങ്ങനെയാണ്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇതുങ്ങളൊക്കെ ഇങ്ങനെ തിന്നുകയും ചെയ്യും. രാവിലെ ഒരു കോഫി കുടിച്ചാൽ മതി, രാത്രി വരെ ഓടും. നമ്മൾ കണ്ടില്ലയോ, ഒരു 5 മാസം എൻ്റെ ഡയറ്റ് തെറ്റിയതാണ്. കുറഞ്ഞത് 15 കിലോയാ. 75 കിലോയിലെ തന്നെ കിടന്ന് ഞാനിപ്പോൾ 65, 10 കിലോ തന്നെ കുറഞ്ഞു. കുഴപ്പമില്ല, ഈ മാസം കൊണ്ട് ഞാൻ കൂട്ടും. നാട്ടിലുള്ളപ്പോൾ 24 മണിക്കൂറും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ വീട് വിട്ട് അയക്കുക, വേറൊന്നും അറിയത്തില്ല. വീട് വിട്ട് ഉടനെ അയക്കുക. എന്താ വീട് വിട്ട് അയക്കുക വിട്ട വീട് 24 മണിക്കൂർ എവിടെ? കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. എവിടെ നീ 24 മണിക്കൂർ കാറിൽ ഇറങ്ങണത്? എൻ്റെ ഒരു തള്ള ഉത്തരം മുട്ടി കഴിയുമ്പോൾ കൊഞ്ഞനെ കുത്തും. ഇതിൽ അവിടെ കൊണ്ട് നൂരിടും. ഇതൊന്നും വീടരുത്. ഇതാ ഞാൻ ആദ്യത്തെ ക്ലിപ്പ്. ഇതാ
കാറിൽ ഞാൻ 24 മണിക്കൂർ കറക്കമായിരുന്നു. 24 ഒരു 5 മണിക്കൂർ കുറയ്ക്കും, അല്ലെങ്കിൽ 8 മണിക്കൂർ കുറച്ചു. നീ ബാക്കിയൊക്കെ ഒരു 12 മണിക്കൂർ ഉറങ്ങുമല്ലോ എന്ന് ഞാൻ പറയാം. വീട്ടിൽ വെച്ച് ഉറങ്ങത്തില്ല, പിന്നെ കാറ് വെച്ചാണ് ഉറങ്ങുന്നത്. വീട്ടിൽ വെച്ച് 12 മണിക്കൂർ നിർത്ത്. മടുത്തോ? നീ പറിക്കുക. വൈബില്ലാത്ത കൊച്ചായത്. വൈബില്ലാത്ത കൊച്ചല്ലേ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അയ്യോ ഹെപ്പറ്റോളജിസ്റ്റാ. ഫ്ലഷ് ചെയ്യല്ലേ? Here comes my baby dog. Here comes my baby dog. നീമോ ഇത് ഇട്ടാ മതിയായിരുന്നു. പോടാ അവിടെ നിന്ന്. കുഞ്ഞ് അത്ര കുഞ്ഞൊന്നുമല്ല അവൻ. ഇത് മേടിച്ച് നീമോൻ ഇതിലിട്ടാൽ മതിയായിരുന്നു. ഇതാണോ പറഞ്ഞേ? നോ. ആ, ഇങ്ങനത്തെ ഒരു റൂം നീമോയ്ക്ക് സെറ്റ് ചെയ്താൽ സീനാവും. കണ്ടോ, ഇവിടെ നീമോൻ്റെ ഷൂ, ഇത് നീമോൻ്റെ ഡാഡി, ഇത് നീമോൻ്റെ മമ്മിയും ഡാഡി, ഇത് നീമോ. ഇവിടെ എൻ്റെ നീമോ കിടക്കും. ഇതെന്നെ നീമോ ഒരു ഫെയറി ടെയിൽ ഇതിനകത്തുള്ള പോലെ ഫെയറി ആവാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈ. ഓ എനിക്കൊരു കൊച്ചുണ്ടാവുമ്പോൾ ഞാൻ ഇതുപോലത്തെ ബെഡ്റൂം ആയിരിക്കും സെറ്റ് ചെയ്യുക. എന്ത് ക്യൂട്ടോ, പെങ്കൊച്ചാണെങ്കിൽ ഇങ്ങനത്തെ റൂം സെറ്റ് ചെയ്യും, ഫെയറി ആയിട്ട്. ഇത് സ്ട്രോബെറിയുടെ വേണം. സ്ട്രോബെറി അല്ല, റാസ്ബെറി ആണ്. ഏതാ? അല്ല ഇതാണ് ഞങ്ങളുടെ വ്യൂ. കൊള്ളാമോ? ഇഗ്നോർ പ്ലീസ്. ഇപ്പോൾ ഗൈസ് ഇനി വീഡിയോ എടുക്കാൻ പോവാ. എനിക്ക് വീഡിയോ എടുക്കണം. ദീപാവലി തീമിലാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ തിണ്ടികൾ പടക്കം പൊട്ടിച്ച് മേടിക്കും. അപ്പോൾ ഗായ്സ് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഫുള്ളാണ്. ഞാൻ ഇനി കഴിക്കുന്നൊന്നുമില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ കിടന്നുറങ്ങും. സോ ഗായ്സ്, ദിസ് വാസ് എ ഡേ ഇൻ മൈ ലൈഫ്. ഹാപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്.